ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്ത വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇത് സൗദിയിൽ നിന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് എനിക്ക് തന്ന ഓർഡറാണ്. നാട്ടിൽ ട്രിവാൻഡ്രത്തേക്ക് എത്തിച്ചു കൊടുക്കാനായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഐറ്റംസ് എല്ലാം ഓൾറെഡി കുറേ കസ്റ്റമൈസ്ഡ് നെയിം വെച്ചുള്ള കുറേ ഐറ്റംസ് ഉണ്ട്. അതൊക്കെ ഞാൻ ഓർഡർ ചെയ്ത് എൻ്റെ കയ്യിൽ സാധനം കിട്ടിയിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ഐറ്റംസ് എല്ലാം വാങ്ങാൻ വേണ്ടി നമ്മളെ കേക്ക് ഷോപ്പിൽ തന്നെ, കേക്കിൻ്റെ ഐറ്റംസ് എല്ലാം വിൽക്കുന്ന ഷോപ്പിൽ തന്നെ ഗിഫ്റ്റിൻ്റെ ഇങ്ങനത്തെ സെറ്റ് ചെയ്യുന്ന സാധനങ്ങളെല്ലാം ഉണ്ട് കേട്ടോ. ഒരുപാട് ഹാമ്പർ ബോക്സുകളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ ഇതൊക്കെ ഞാൻ വാങ്ങിയിട്ടുള്ളത് പടന്നയിലുള്ള ഫ്ലവർ വേൾഡിൽ നിന്നാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാം വാങ്ങി കൊണ്ടുവന്നതിനാലാണ് നമുക്ക് എന്താ പറയുക, എല്ലാം ഏറ്റവും സാറ്റിസ്ഫൈയിങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റ് എന്ന് പറയുന്നത് ഇതെല്ലാം അറേഞ്ച് ചെയ്യുന്ന സംഭവമാണ്. അപ്പം വലിയ സുഖമുള്ള പരിപാടി അല്ലെങ്കിലും അതെല്ലാം സെറ്റ് ചെയ്ത് ആ ഒരു നമ്മൾ വിചാരിച്ച പോലത്തെ ആ ഒരു ഭംഗിയിൽ വരുമ്പോൾ കാണാൻ പ്രത്യേക ഒരു രസമല്ലേ. അങ്ങനെ നമുക്ക് ആദ്യം തന്നെ ഇതിൽ ചെയ്യാനുള്ളത് ബൊക്കയാണ് കേട്ടോ. അതും സിംഗിൾ ഫ്ലവർ വെച്ചിട്ട്. ഇതിൽ നമുക്ക് വലിയ സംഭവങ്ങളൊന്നും അറേഞ്ച് ചെയ്യില്ല, കാരണം ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ബോട്ടിലും മഗ്ഗും അങ്ങനത്തെ കുറേ ഐറ്റംസുകൾ വെക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയൊരു ബൊക്കയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്, ഒറ്റ ഫ്ലവർ വെച്ചിട്ടുള്ളത്. അപ്പം ഫ്ലവർ എന്ന് പറയുന്നത് നമുക്ക് ഇതുപോലെ ഇതിന് സെൻറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയും. ഈ ഒരു ഫ്ലവറിന് 20 രൂപ 25 രൂപ എങ്ങനെ വന്നിട്ടാ. അപ്പം ഇതിന് തണ്ട് ഉണ്ടാവില്ല. അപ്പം ഞാൻ വേറെ ഡെക്കറേഷന് വേണ്ടി വൈറ്റ് ജിപ്സ് എന്ന് പറയുന്ന ഒരു ഫ്ലവർ വാങ്ങിയിട്ടുണ്ടായി. അപ്പം അതിൻ്റെ തണ്ടിന്ന് അത് നമുക്ക് ആവശ്യമില്ല ജിപ്സത്തിൽ. അപ്പം അതിൽ നിന്ന് ഒടിച്ചെടുത്തിട്ടാണ് ഈ ഒരു റോസിൻ്റെ താഴെ കുത്തി കൊടുത്തത്. അതുകൊണ്ടാണ് അതിനൊരു സ്റ്റാൻഡ് പോലെ ആയി കിട്ടിയത്. അപ്പോൾ ഈ ബൊക്കെ എന്ന് പറയുന്നത് ഓരോന്നാൾ ഐഡിയ അനുസരിച്ച് ചെയ്യാട്ടോ. കാരണം ഇതിൽ പറയുന്ന കൃത്യമായിട്ടുള്ളതൊന്നും ചെയ്യണമെന്നൊന്നുമില്ല. നമ്മൾ ഇങ്ങനെ മടക്കിയെടുക്കുന്നു അതുപോലെ ഇരിക്കും. നമുക്കിങ്ങനെ കൃത്യമായി ഇന്ന അളവിൽ മടക്കുക അങ്ങനെയൊന്നും പറയാൻ കഴിയില്ല. അപ്പം ഏകദേശം ഒരു ചെറിയൊരു പീസ് ഞാനിന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ആദ്യം മനസ്സിലൊരു ഐഡിയ ഉണ്ടായിരുന്നു ബ്ലാക്കിൽ റെഡ് ഫ്ലവർ വെച്ചിട്ട് തന്നെ ചെയ്യണം. അപ്പം ഈ ബൊക്കെ ഷീറ്റൊക്കെ നമുക്ക് അതേ ഷോപ്പിൽ നിന്ന് തന്നെ വാങ്ങാൻ കിട്ടിയതാണ്. അപ്പോൾ ഷീറ്റൊന്ന് സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ട് അതിനനുസരിച്ച് ഡബിൾ ടാപ്പ് തന്നെ ഇങ്ങനത്തെ ഒരു രീതിയിൽ വരുന്നുണ്ട്. സാലോ ടാപ്പ് ടൈപ്പ് ഡബിൾ ടാപ്പ്, നല്ല അടിപൊളി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഡബിൾ ടാപ്പാണ് കേട്ടോ. ഇതാണ് ബൊക്കയിലൊക്കെ യൂസ് ചെയ്യുക. നല്ല സ്ട്രോങ് ആയിട്ട് അടിപൊളിയായിട്ട് നിന്നോളൂ കേട്ടോ. ബാക്കി ഇങ്ങനെ മടക്കുന്നതും കാര്യങ്ങളെല്ലാം അതിനനുസരിച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ അത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളെ ഒരു കാണുന്ന ഭംഗിക്കനുസരിച്ച് നമ്മൾ മടക്കിയിട്ടും ചുറ്റിയിട്ടൊക്കെ ചെയ്തെടുക്കും കേട്ടോ. അല്ലാണ്ട് ഇതാദ്യം ഇങ്ങനെ മടക്കുക അങ്ങനെ മടക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പം അതിനനുസരിച്ച് ബൊക്കയുടെ സെറ്റാക്കിയിട്ടുണ്ട്. അതിനുശേഷം ജസ്റ്റ് ഫോർ യു എന്നുള്ള റിബൺ, ഇങ്ങനത്തെ പല രീതിയിൽ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള റിബൺ, ഐ ലവ് യു എന്നുള്ള റിബൺ, ജസ്റ്റ് എൻഗേജ്ഡ് എന്നുള്ള റിബൺ ഒക്കെ അവൈലബിൾ ആണ്. അപ്പം ജസ്റ്റ് ഫോർ യു എന്നുള്ള റിബൺ കെട്ടിയിട്ടുണ്ട്. അങ്ങനെ ബൊക്കെ റെഡി ആയതിനു ശേഷം നമ്മുടെ ഹാമ്പർ ഇതുണ്ടല്ലോ, ഈ ബോക്സ്, ഇതെല്ലാം ഞാനിങ്ങനെ കസ്റ്റമറിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സൈഡിലൊക്കെ ഇതുപോലൊരു ടാപ്പ് ഉണ്ടാവും. അത് നമുക്ക് റിമൂവ് ചെയ്തിട്ട് അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതങ്ങ് സെറ്റായി നിന്നോളും. ബാക്കി നമുക്ക് ഓരോന്നായിട്ട് അറേഞ്ച് ചെയ്യാം. അപ്പോൾ ഇതിന് നല്ല കുഴിയുണ്ട് കേട്ടോ, നല്ല കുഴിയുള്ള ഒരു ബോക്സാണ്. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തെർമോക്കോളെല്ലാം വെച്ചിട്ട് വേണം ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് ഹാപ്പി ബർത്ത്ഡേ എന്നുള്ള ഒരു ടോപ്പർ വെക്കണം. അപ്പോൾ 2 ടോപ്പർ എൻ്റെ അടുത്തുണ്ട്. അപ്പോൾ രണ്ടും വേണം എന്നുള്ളൊരു കൺഫ്യൂഷൻ, ഏത് വേണം എന്നുള്ളത് വെച്ച് നോക്കി. പിന്നെ ഇൻസ്റ്റാഗ്രാമിൽ റീലിടാനും അതിന് വേണ്ടിയിട്ടുള്ള കുറേ ക്ലിപ്സെല്ലാം എടുത്ത് എല്ലാം ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം സാധാരണ ഇങ്ങനത്തെ ടോപ്പർ ചെയ്തെടുക്കുന്നൊക്കെ അറിയുന്ന മേലെ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു കവർ ഇങ്ങനെ നമുക്ക് പീൽ ചെയ്തെടുക്കാനുണ്ടാവും. പക്ഷേ ഇത് അങ്ങനത്തെ അല്ല കേട്ടോ. പിന്നെ അതൊരു ബോക്സിൻ്റെ സൈഡിലാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത് ടോപ്പർ. അതിനുശേഷം ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തായിട്ട് അവരുടെ ഫോട്ടോവും, അവരോട് ഞാൻ അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ലെറ്റർ എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ അത് പ്രിൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതും അവിടെ ഒട്ടിച്ചു കൊടുത്ത്. പിന്നെ ഇതൊക്കെയാണ് കേട്ടോ അതിൽ വെക്കാനുള്ള ഐറ്റംസ്. കസ്റ്റമൈസ്ഡ് വാലറ്റ് ഉണ്ട്, അതുപോലെ കീ ചെയിൻ ഉണ്ട്, പിന്നെ 2 ചോക്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഇത് അവരുടെ ഡോക്ടറാണ് കേട്ടോ ആള്, ഡോക്ടർ ബ്രിസ്റ്റോ എന്നുള്ള പേരിൽ തന്നെ ബോട്ടിലുണ്ട്. അത് നല്ല ബോട്ടിലാണ് കേട്ടോ. അതിൻ്റെ മേലെ എന്തെങ്കിലും പറയല് ഉള്ളിലെ ടെമ്പറേച്ചറിലെല്ലാം കാണാൻ പറ്റുന്നൊരു ബോട്ടിലാണ്. അതുപോലെ മഗ്ഗുണ്ട്, ആ ഒരു കസ്റ്റമൈസ്ഡ് തന്നെ. എല്ലാം കാണാൻ നല്ല ക്യൂട്ടായിട്ടില്ല. ഈ കളറും ഇങ്ങനെ തന്നെ വേണമെന്നില്ല, അതെല്ലാം കസ്റ്റമൈസ്ഡ് ആണ് കേട്ടോ. കസ്റ്റമർ തന്നെ പറഞ്ഞതാണ് ഇതേ കളറിൽ ഇങ്ങനെ ചെയ്യുന്നത്. പക്ഷെ നല്ല രസമായിട്ടുണ്ട്, ക്യൂട്ടായിട്ടുണ്ട്. അപ്പം ഓരോ സാധനങ്ങൾ എവിടെ വെക്കണം എന്നുള്ളത് ആദ്യം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പം അതിനനുസരിച്ച് തെർമോക്കോളിൽ ഉള്ളിൽ വെച്ച് അതിൻ്റെ മേലെ വൈറ്റ്, നമ്മുടെ ബൊക്കെ വെക്കുന്ന വൈറ്റ് ഷീറ്റ് തന്നെ കിട്ടും. അപ്പോൾ അതാണ് ഞാൻ മേലെ വെച്ച് കൊടുത്തിട്ട് അതൊന്ന് കവറാക്കിയതിന് ശേഷം ഇതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇത് ട്രിവാൻഡ്രം വരെ പോകേണ്ട സാധനമില്ല, അപ്പോൾ സേഫായിട്ട് ഇരിക്കുകയും വേണം. അതുകൊണ്ട് എല്ലാം താഴെ ഡബിൾ ടാപ്പ് വെച്ച് സ്റ്റിക്ക് ചെയ്ത് നിർത്തിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ കുറേ കാലത്തിന് ശേഷം കേട്ടോ ഇങ്ങനെ ഒരു ഓർഡർ എടുത്തത്. എന്തായാലും ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ ഒരു ബോറടിയും അല്ലെങ്കിൽ ആ ഒരു ക്രിയേറ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യാൻ. പക്ഷേ ഇത് ചെയ്ത് വന്നപ്പോൾ ഉണ്ടല്ലോ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. നല്ല രസമായിട്ടില്ല, നല്ല ക്യൂട്ടായിട്ടുണ്ട്, ഭയങ്കരമായിട്ട് ഇഷ്ടമായി.
പിന്നെ ഞാൻ ആ ഫോട്ടോ പ്രിൻ്റ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിൽ ചുറ്റുമായിട്ട് നമുക്ക് ടാപ്പ് കിട്ടും, ഇങ്ങനെ പല രീതിയിൽ പല എന്താ പറയുക പല ഷെയ്ഡിൽ വരുന്ന ടാപ്സ് കിട്ടും. അപ്പോൾ അത് ഞാൻ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ടായിനെ. നോക്കിയ സംഭവം വിചാരിച്ചതിനെക്കാട്ടി അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റി. അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അങ്ങനെ സാധനം അവരുടെ കയ്യിലെത്തി. ബർത്ത്ഡേ ആളുടെ ഡോക്ടർ ബ്രിസ്റ്റോൻ്റെ കയ്യിലെത്തി. അവർക്കും നല്ലതായിട്ട് ഇഷ്ടമായി എന്ന് പറഞ്ഞ്. അത് കേൾക്കാനാണല്ലോ നമുക്കിഷ്ടം. ഇതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ പൈസ എന്നതിൻ്റെ അപ്പുറം നമുക്ക് ഏറ്റവും സന്തോഷം തരുന്ന കാര്യം അതാണ്. ഇങ്ങനെ നമ്മളൊരു കാര്യം ചെയ്ത് കൊടുക്കുക, അവർക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അവർ സർപ്രൈസ് ആവുക. ഇതല്ലേ അല്ലേ ഒരു സുഖം. അപ്പോൾ ഇതാ നല്ല ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തിട്ടുണ്ട്. നമുക്ക് അതാണല്ലോ മുഖ്യം. കുറേ റീൽസ് എല്ലാം ഇടണം, ഫോട്ടോസ് ഇടണം. അപ്പോൾ ഇങ്ങനത്തെ ഓർഡർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യട്ടോ, നമുക്ക് ചെയ്തെടുക്കാം, സെറ്റാക്കാം. അപ്പോൾ ഈ ഒരു വീഡിയോനെ പറ്റി അഭിപ്രായം പറയട്ടെ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടാൽ? എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടാ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ വീണ്ടും വരാം. ബൈ.